എല്ലാവർക്കും ET ടോക്സിലേക്ക് സ്വാഗതം. നിങ്ങൾ ഈ മാസത്തെ നിങ്ങളുടെ ബാങ്ക് സ്റ്റേറ്റ്മെന്റ് എടുത്തു നോക്കിയോ? ഗൾഫിലായാലും നാട്ടിലായാലും നമ്മൾ ഏറ്റവും കൂടുതൽ പണം ചെലവഴിക്കുന്നത് എന്തിനാണെന്ന് അറിയാമോ? അത് വലിയ ലക്ഷറി കാര്യങ്ങൾക്കൊന്നും ആയിരിക്കില്ല. മിക്കവാറും നമ്മളൊക്കെ ഏറ്റവും കൂടുതൽ പണം ചെലവഴിക്കുന്നത് സൊമാറ്റോയോ അല്ലെങ്കിൽ സ്വിഗ്ഗി പോലെയുള്ള ഫുഡ് ആപ്പുകൾക്കായിരിക്കും. ആദ്യമൊക്കെ നമ്മൾ മാസത്തിൽ ഒരിക്കൽ മാത്രം ചെയ്തിരുന്ന ഈ കാര്യം ഇപ്പോൾ എല്ലാ ദിവസവും ചെയ്യുന്ന രീതിയിൽ ഒരു അഡിക്ഷനായി തന്നെ മാറിക്കഴിഞ്ഞു. മാസാവസാനം 5000 10,000 രൂപയ്ക്കൊക്കെ നമ്മൾ ഇത്തരം രീതിയിൽ ഫുഡ് ഓർഡർ ചെയ്യുന്ന ഒരു സ്വഭാവം നമ്മളിലേക്ക് എത്തിക്കഴിഞ്ഞു. ഇത്തരത്തിൽ നമ്മുടെ ഈ അഡിക്ഷനെ കുറിച്ച് സംസാരിക്കാൻ വേണ്ടി, അതായത് ഫുഡ് ആപ്പ് ട്രാപ്പിനെ കുറിച്ച് സംസാരിക്കാൻ വേണ്ടി ഷിനോദ് സാർ നമ്മളോടൊപ്പം ചേരുന്നു. നമസ്കാരം സാർ. എങ്ങനെയാണ് ഈ ചെറിയ ചെറിയ ഓർഡറുകളൊക്കെ നമുക്ക് വലിയ ബാധ്യതയായി മാറുന്നത്? കാരണം നമ്മൾക്ക് 200 രൂപയ്ക്കൊക്കെ ബിരിയാണി ഓർഡർ ചെയ്യും. ഇപ്പം നമുക്ക് തോന്നും 200 രൂപയല്ലേ ആയിട്ടുള്ളൂ, ഇപ്രാവശ്യം കുഴപ്പമില്ല എന്ന് നമുക്ക് തോന്നും. അങ്ങനെ നമ്മളൊരു 200 രൂപയുടെ ബിരിയാണിയൊക്കെ ഓർഡർ ചെയ്യും. പക്ഷെ മാസാവസാനം ആകുമ്പോഴത്തേന് നമുക്കിതൊരു വലിയ ബാധ്യതയായി മാറുന്നുണ്ട്. അതെങ്ങനെയാണ്? അത് നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, സ്റ്റേറ്റ്മെന്റ് എടുത്തു വെക്കാന്ന്. സ്റ്റേറ്റ്മെന്റ് എടുത്തു നോക്കിയാൽ കാണാം, സ്റ്റേറ്റ്മെന്റിൽ കുഞ്ഞു കുഞ്ഞു സംഖ്യകൾ കാണാം. ചായ 10 രൂപ, 10 രൂപയ്ക്ക് ഇപ്പോൾ ചായ കിട്ടില്ല, ഗ്യാസിന് വില കൂട്ടിയുണ്ട് 15 രൂപയ്ക്കുണ്ട്, 15 രൂപ. പിന്നെ ഇതുപോലെ സ്വിഗ്ഗി സൊമാറ്റോ ഓർഡറുകളൊക്കെ കാണാം. ഫുഡുമായി ബന്ധപ്പെട്ട സംഗതികളോ ചേർന്ന് ഉണ്ടാക്കുന്ന ചെറിയ ഇടപാടുകളുണ്ടല്ലോ, ഇതായിരിക്കും വലിയൊരു എമൗണ്ട് ആയിട്ട് മാറുന്നത്. അപ്പോൾ ചെറിയ ചെറിയ സംഖ്യകൾ ചേർന്നിട്ടാണ് വലിയ വലിയ സംഖ്യകൾ ഉണ്ടാകുന്നത്. വാസ്തവത്തിൽ ഇത് ഒരു നല്ല ശീലമാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാത്തിനും ഒരു പരിധിയുണ്ട്. ആ പരിധി കടക്കുമ്പോഴാണ് ഇത് നല്ല ശീലമല്ലാതായിട്ട് മാറുന്നത്. നമ്മളിപ്പോൾ പറഞ്ഞു വരുന്ന ഈ സൊമാറ്റോ സ്വിഗ്ഗി ഉപയോഗം, ആ ആപ്പിൻ്റെ ഉപയോഗം ഉണ്ടല്ലോ, അതൊരു സ്ലോ പോയ്സൺ പോലെയാണ്. നമ്മളൊരു പ്രത്യേക പരിധി അതിന് കൈവിട്ട് കഴിഞ്ഞാൽ, അതിന് നമ്മൾ അഡിക്റ്റ് ആയി കഴിഞ്ഞാൽ, ഇത് നമ്മളെ കൊടുക്കുന്ന ഒരു ട്രാപ്പാണ്. ഉദാഹരണത്തിന് 200 രൂപയുള്ള ഒരു ഫുഡ് നമ്മൾ ഓർഡർ ചെയ്യണമെന്ന് കരുതിക്കും. ആ ഓർഡറിൽ നമ്മൾ എന്തൊക്കെ ഉണ്ടായിരിക്കും? അതിന് പ്ലാറ്റ്ഫോം ഫീ ഉണ്ടായിരിക്കും, ഡെലിവറി ചാർജ് ഉണ്ടായിരിക്കും, പിന്നെ GST ഉണ്ടായിരിക്കും, പിന്നെ എന്തെങ്കിലും ഹോട്ടലുകൾ അധികം ഈടാക്കുന്ന ചില എമൗണ്ടുകൾ ഉണ്ടായിരിക്കും. അതുകൂടാണ്ട് മലയാളീൻ്റെ ടിപ്സ്, ആ ഒരു ദുരഭിമാനം കൊണ്ട് കൊടുക്കുന്ന പണം ഉണ്ടല്ലോ, അതും ഉണ്ടായിരിക്കും. അങ്ങനെ എല്ലാം കൂടി ചേർന്ന് നമ്മുടെ ഫുഡിനൊരു 60% അധികം പണം കൊടുത്തിട്ടാണ് നമ്മൾ ഈ സ്വിഗ്ഗി അല്ലെങ്കിൽ സൊമാറ്റോ പോലുള്ള ആപ്പുകളിൽ വാങ്ങുന്നത്. ഇതെല്ലാം എന്തിനു വേണ്ടിയിട്ടാണ്? സൗകര്യത്തിന് വേണ്ടിയിട്ടാണ്. ഇരിക്കുന്ന സ്ഥലത്ത് നിന്ന് നമുക്ക് ഫുഡ് നമ്മുടെ മുന്നിൽ വന്ന് നിൽക്കണം, അല്ലെങ്കിൽ മുന്നിൽ വന്ന് ആ ഫുഡ് കിട്ടണം. അപ്പോൾ അതിന് നമുക്ക് പാചകം ചെയ്യാൻ വയ്യ, മടിയുണ്ട് ഒരു ഭാഗത്ത്, അല്ലെങ്കിൽ നമുക്ക് അർജൻസി ഉണ്ട്, നല്ലപോലെ വിശക്കുന്നുണ്ട്, ഫുഡ് പെട്ടെന്ന് കിട്ടാൻ നല്ലൊരു എളുപ്പമാർഗ്ഗമാണ്. അപ്പോൾ നമ്മൾ ആ ഒരു കാര്യങ്ങളൊക്കെ പരിഗണിച്ച് നമ്മൾ നിവൃത്തിയില്ലാത്ത ഏതെങ്കിലും സാഹചര്യത്തിൽ ഇടുന്ന ഓർഡർ, അല്ലെങ്കിൽ ഒരു കൗതുകത്തിനിടുന്ന ഓർഡർ, അല്ലെങ്കിൽ ഒരു പ്രത്യേക ഫുഡിനോട് തോന്നുന്ന ഒരു കമ്പം കൊണ്ട് ഇടുന്ന ഓർഡർ, ഇതൊക്കെ മാറിയിട്ട് ഇത് നമ്മൾ ഒരു എളുപ്പ വഴിയായിട്ട് മാറുകയാണ്. അയ്യോ, ഇന്ന് നീക്കാൻ നേരം വൈകി ഫുഡ് ഓർഡർ ചെയ്യുന്നു, ഇനി ഫുഡ് ഉണ്ടാക്കാൻ വയ്യ ഫുഡ് ഓർഡർ ചെയ്യുന്നു. അങ്ങനെ ഒരു ദിവസത്തിൽ നമ്മൾ 2, 3, 4 തവണ ഓർഡർ ഇടുന്ന അവസ്ഥയിലേക്ക് വരുമ്പോഴേക്കും നമ്മുടെ പോക്കറ്റ് കാലിയാക്കുന്ന ഏറ്റവും വലിയ വില്ലനായിട്ട് ഈ ആപ്പുകളൊക്കെ മാറും. അപ്പം അതാണ് ഏറ്റവും വലിയ കാര്യം. അപ്പോൾ നമ്മൾ സൗകര്യത്തിന് കൊടുക്കുന്ന ഈ കുഞ്ഞു കുഞ്ഞു സംഖ്യകൾ വലിയൊരു ചോർച്ച നമ്മുടെ സാമ്പത്തിക സംവിധാനത്തിലുണ്ടാക്കും. ഉദാഹരണത്തിന് ഈ 3000 രൂപ നമ്മൾ ഒരു പ്രതിമാസം 3000 രൂപയ്ക്ക് നമ്മൾ ആപ്പിലൂടെ ഓർഡർ ചെയ്യുമെന്ന് കരുതിക്കും. ഇതൊരു വർഷമാണെങ്കിൽ 36,000 രൂപയായി, 10 വർഷമാണെങ്കിൽ 5 ലക്ഷം പ്ലസ് ആയി. ഈ പണമൊക്കെ നമ്മൾ എടുത്തു വയ്ക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഈ 3000 രൂപയ്ക്ക് നമ്മൾ ഫുഡ് വാങ്ങാതെ നമ്മൾ ഫുഡ് ഉണ്ടാക്കി കഴിക്കുകയാണ്, 3000 രൂപ നമ്മൾ പോലെ സിപ്പായിട്ട് എവിടെയും നിക്ഷേപിക്കുകയാണെങ്കിൽ അത് ഈ 10 വർഷം കൊണ്ട് 7 ലക്ഷം രൂപയാവും. അപ്പോൾ അത്രയും പണം നമ്മുടെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടു പോകുന്നുണ്ട്. അത് ഈ ആപ്പ് ഉപയോഗിക്കുന്നതിൻ്റെ അല്ല ദുരുപയോഗിക്കുന്നത് കൊണ്ടുണ്ടാകുന്നതാണ്. കാരണം ആപ്പ് ബേസിക്കായിട്ട് നമുക്ക് 1, 2 തവണ ഫുഡ് ഓർഡർ ചെയ്യുന്നതും വലിയ തെറ്റല്ല. പക്ഷേ ഇതിന് അഡിക്റ്റായി മാറുകയും മടി കൂടുകയും ഫുഡ് നമ്മൾ ഉണ്ടാക്കാതിരിക്കുകയും ചെയ്യുന്ന അവസ്ഥ എത്തുമ്പോഴേക്കും നമ്മുടെ പോക്കറ്റ് കാലിയാക്കുന്ന ഏറ്റവും വലിയ സംഗതിയായിട്ട് ഇത് മാറും. കാരണം നമ്മൾ അത്രയും പ്രീമിയം കൊടുത്തിട്ടാണ് ഇത് വാങ്ങുന്നത്. സാറ് പറഞ്ഞ പോലെ ഇപ്പോൾ ഒരാൾക്ക് 200 രൂപേന്റെ ഫുഡ് 4 പേരുടെ വീട്ടിൽ ഓർഡർ ചെയ്യുമ്പോൾ അത്രയും കൂടുതൽ തുക വേണ്ടി വരുമല്ലോ, അത്രയും എമൗണ്ട് അധികം വരുന്നു. പലപ്പോഴും ജോലി കഴിഞ്ഞ് വരുമ്പോൾ നമുക്ക് അത് ചെയ്യാനുള്ള അല്ലെങ്കിൽ ഫുഡ് ഉണ്ടാക്കാനുള്ള ഒരു മടി കൊണ്ടുകൂടിയാണല്ലോ നമ്മൾ ഫുഡ് ഓർഡർ ചെയ്യുന്നത്. അല്ലെങ്കിൽ പഠിത്തം കഴിഞ്ഞ് വരുന്നു, ഭയങ്കര ക്ഷീണിച്ചൊരവസ്ഥയിലേക്ക് വീട്ടിലേക്ക് റൂമിലേക്കൊക്കെ എത്തുന്ന അവസ്ഥയിൽ ഇതിൽ നിന്ന് രക്ഷപ്പെടാൻ പ്രായോഗികമായിട്ട് എന്തെങ്കിലും വഴികളൊക്കെ ഉണ്ടോ? പ്രായോഗികമായ വഴികൾ എന്ന് പറയുന്നത്, ഏറ്റവും പ്രായോഗികമായ വഴി എന്ന് പറയുന്നത് ബാച്ച് കുക്കിംഗ് ആണ്. ബാച്ച് കുക്കിംഗ് എന്ന് പറഞ്ഞാൽ നമുക്ക് അവധിയുള്ള ദിവസങ്ങളിൽ നമ്മൾ ഒരാഴ്ചയ്ക്ക് വേണ്ട കറികളോ, കാരണം
അടിസ്ഥാനപരമായിട്ട് പാചകം ചെയ്യാനുള്ള മടി കൊണ്ടാണല്ലോ ഇതൊക്കെ നടക്കുന്നത്. അപ്പോൾ നമ്മൾ ബാച്ച് കുക്കിംഗ് നടത്താം എന്ന് വെച്ചാൽ നമുക്ക് ഒരാഴ്ചക്കുള്ള കറികളൊക്കെ ഉണ്ടാക്കി വെക്കാം. പിന്നെ രാവിലെ നമ്മൾ ഒരു അരമണിക്കൂർ ഒക്കെ എടുത്ത് നമുക്ക് വേണ്ട ചോറൊക്കെ ഉണ്ടാക്കി വെക്കുകയാണെങ്കിൽ കറികൾ ഓൾറെഡി റെഡി ആണല്ലോ. പലപ്പോഴും ഉണ്ടാക്കാനുള്ള മടിയാണല്ലോ കാരണം. അപ്പോൾ ഉണ്ടാക്കാനുള്ള മടി ഈ രീതിയിൽ നമുക്ക് മറികടക്കാം. എസ്പെഷ്യലി ഇത് കടന്നു വരുന്നത് ഇപ്പോൾ ഹോസ്റ്റലിലൊക്കെ നിന്ന് പഠിക്കുന്ന അല്ലെങ്കിൽ ജോലിയൊക്കെ കിട്ടി എവിടെയെങ്കിലും താമസിക്കുന്ന ആളുകളാണ് ഇത് കൂടുതൽ വരുന്നത്. പിന്നെ കൂടുതൽ വരുന്ന കുട്ടികളാണ്. അപ്പോൾ നമുക്ക് ഓരോരുത്തരായിട്ട് എടുക്കാം. ഇപ്പോൾ ഈ ഹോസ്റ്റലിൽ നിൽക്കുന്ന അല്ലെങ്കിൽ ജോലി കിട്ടി എന്നാൽ ബാച്ചിലേഴ്സായി താമസിക്കുന്ന ആളുകളാണല്ലോ കൂടുതൽ ഓർഡർ ഇടുന്നത്. അത്തരം ആളുകൾക്ക് വിശക്കുന്ന അവസരത്തിൽ എളുപ്പത്തിൽ വിശപ്പടക്കാനുള്ള ചില സംവിധാനങ്ങൾ വീട്ടിൽ സ്ഥിരമായിട്ട് ഉണ്ടാക്കാൻ വേണ്ടി നോക്കിയാൽ മതി. ഇപ്പോൾ അവലോസ് പൊടി പോലെയാണെങ്കിൽ അവലോസ് പൊടി അങ്ങനെ നമ്മൾ സ്ഥിരമായി സംവിധാനം ഉണ്ടാക്കി വെക്കുകയാണെങ്കിൽ ഇത്തരം കുറേ ഓർഡറുകൾ നമുക്ക് ഒഴിവാക്കാൻ പറ്റും. പിന്നെ കുട്ടികൾ നമ്മൾ എന്ത് ചെയ്യണം, കുട്ടികൾ ഇതൊരു ശീലമാക്കി മാറ്റി തുടർച്ചയായിട്ട് ഇത്തരം ഓർഡറുകൾ വരുമ്പോൾ അത്തരം ഓർഡറുകൾ എണ്ണം കുറയ്ക്കാൻ വേണ്ടി നമ്മൾ മുതിർന്നവർ കൃത്യമായിട്ട് ശ്രദ്ധിക്കണം. അല്ലാതെ എപ്പോഴും ഇടയ്ക്കിടയ്ക്ക് കയറിയിട്ട് കുട്ടികൾ പറയുന്നതല്ലേ എന്ന് കരുതി നമ്മൾ ഓർഡർ ഇട്ട് കൊടുത്താൽ നമ്മൾ അടുത്ത ജനറേഷന് ഒരു പുതിയ കൾച്ചറാണ് പഠിപ്പിക്കുന്നത്. അപ്പോൾ അതൊന്നും ഒഴിവാക്കാൻ നമ്മൾ ശ്രദ്ധിച്ചേ പറ്റൂ. പിന്നെ ഈ നേരത്തെ പറഞ്ഞു ഈ അവലോസ് പൊടി പോലുള്ള സംഗതികൾ സൂക്ഷിക്കണം. അതെന്താ സംഭവം എന്നറിയോ? പലപ്പോഴും ഇത്തരം ആപ്പുകൾ ഉപയോഗിക്കാനുള്ള കാരണം ഇമ്പൾസ് ബൈയിങ് ആണ്. വിശക്കുന്നു, ഫുഡ് വേണം, ഇനി അത് ഉണ്ടാക്കാനുള്ള, കാരണം വിശന്ന് കഴിഞ്ഞാൽ പിന്നെ നമ്മളല്ലാതായി മാറുന്ന പരസ്യം കണ്ടിട്ടില്ലേ? അതുപോലെ വിശപ്പോഴാണ് നമ്മൾ പലപ്പോഴും ഇത്തരം തീരുമാനങ്ങൾ എടുക്കുന്നത്. വാസ്തവത്തിൽ 250 രൂപയ്ക്ക് നമ്മൾ സൊമാറ്റോയിലോ സ്വിഗ്ഗിയിലോ വാങ്ങുന്ന ഒരു ഫുഡിന് നമ്മൾ വീട്ടിലുണ്ടാക്കുകയാണെങ്കിൽ 60 രൂപയെ എക്സ്പെൻസ് വരുന്നുള്ളൂ. പക്ഷെ അപ്പോൾ അടുത്ത ചോദ്യം വരും, നമുക്ക് എവിടുന്ന് ഒരു കഷ്ണം ചിക്കൻ കിട്ടും? കാരണം നമുക്ക് ഓരോ സാധനങ്ങളായി വാങ്ങാൻ നമുക്ക് പറ്റില്ല. അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യം നമുക്കറിയാം. പക്ഷെ പറയുന്നത് നമ്മൾ കോസ്റ്റ് വൈസ് കാൽക്കുലേറ്റ് ചെയ്യുകയാണെങ്കിൽ 250 രൂപയുടെ ഫുഡ് ഏകദേശം 60 രൂപയെ വീട്ടിലുണ്ടാക്കുമ്പോൾ എക്സ്പെൻസ് വരുന്നുള്ളൂ. ഈ ഒരു ബോധം ഉണ്ടായാൽ മതി, വേറൊന്നും വേണ്ട. സ്വിഗ്ഗിയോ അല്ലെങ്കിൽ സൊമാറ്റോയോ ഓർഡർ ചെയ്യുന്ന നിർത്തണം എന്നല്ല നമ്മൾ പറയുന്നത്. ഈ ഒരു നഷ്ടം അവിടെ സംഭവിക്കുന്നുണ്ട്. ഞാനിടുന്ന ഓരോ ഓർഡറിലും എനിക്ക് ഇത്ര രൂപ നഷ്ടം സംഭവിക്കുന്നുണ്ട് തിരിച്ചറിയാനുള്ള ഒരു ബുദ്ധി എല്ലാ കാലത്തും നമുക്ക് അവിടെ ഉണ്ടായാൽ മതി. ഇപ്പം ഷിനോദ് സാറിന്റെ അഭിപ്രായത്തിൽ ഈ ഓൺലൈൻ വഴി അല്ലെങ്കിൽ സൊമാറ്റോ, സ്വിഗ്ഗി പോലെയുള്ള ആപ്പുകൾ വഴി ഉള്ള ഫുഡ് ഓർഡറിങ് പൂർണ്ണമായും നിർത്തണം എന്നൊരു അഭിപ്രായമുണ്ട്? ഒരിക്കലും ഇല്ല. കാരണം എന്താ പറയുക, നമ്മൾ എന്തിനാണ് പണം ഉണ്ടാക്കുന്നത് അല്ലെങ്കിൽ പണം സമ്പാദിക്കുന്നത്? നല്ലപോലെ ജീവിക്കാനാണ്. നല്ലപോലെ ജീവിക്കാൻ നമുക്ക് നല്ല ഫുഡ് കഴിക്കാൻ ആഗ്രഹം തോന്നിയാൽ നമ്മൾ വാങ്ങി കഴിക്കണം. അതിന് യാതൊരു മടിയും വേണ്ട. നമ്മൾ ഈ ഫുഡ് അതാ പറഞ്ഞത്, ഇതൊരു ശീലമാക്കി മാറ്റി അവിടുന്ന് ദുശീലമായി മാറുമ്പോഴാണ് പ്രശ്നം വരുന്നത്. ഏറ്റവും നല്ല മാർഗം നമുക്ക് ഒരു ദിവസം നമുക്ക് 1 day ഡെലിവറി റൂളൊക്കെ പ്രഖ്യാപിക്കാം. എന്ന് വെച്ചാൽ ആഴ്ചയിൽ ഒരു ദിവസം ഞാൻ പുറത്തുനിന്ന് ഫുഡ് വാങ്ങി കഴിക്കും. അന്ന് അങ്ങോട്ട് ആഘോഷമായിട്ട് വാങ്ങി കഴിക്കുക. പിന്നെ അടുത്ത 6 ദിവസം ഞാൻ വീട്ടിലുണ്ടാക്കുന്ന ഫുഡേ കഴിക്കും തീരുമാനിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആ ഇമ്പൾസ് ബൈയിങ്ങിന്റെ പ്രശ്നം വരുന്നില്ല. 6 ദിവസത്തേക്ക് നമുക്ക് പ്ലാനിങ്ങും ഉണ്ട്. അപ്പോൾ ആ ഒരു രീതിയിലേക്ക് മാറുകയാണെങ്കിൽ നമുക്ക് ബാലൻസ് ചെയ്യാൻ പറ്റും. ഇപ്പം അങ്ങനെയാണോ നടക്കുന്നത്? ഇപ്പം അങ്ങനെയല്ല നടക്കുന്നത്. ഇപ്പം നടക്കുന്നത് എന്താ വെച്ചാൽ നമ്മളെല്ലാ തീരുമാനം എടുക്കുന്നത് ക്ഷണികമാണ്. ഇപ്പോൾ ഉദാഹരണത്തിന് ഈ സമയത്ത് ഇവിടെ ഇരിക്കുന്ന ക്രിസ്റ്റീന ഒരു ആപ്പിലും ഓർഡർ ഇടണം തീരുമാനിക്കുന്നില്ല. മറിച്ച് ക്രിസ്റ്റീന ഡ്യൂട്ടി കഴിഞ്ഞ് വീട്ടിലെത്തിയിട്ട് ആ സെക്കൻഡിലെ ഇപ്പം എനിക്ക് ഫുഡ് എന്തെങ്കിലും വേണം, അപ്പോൾ അവിടെ വരെ പോകാൻ വയ്യ, അതുകൊണ്ട് ഇവിടെ നിന്ന് ഓർഡർ ഇടുന്നു. അപ്പോൾ ഞാൻ 100 രൂപയുടെ ഫുഡ് 225 രൂപയ്ക്ക് ഓർഡർ ഇട്ട് വാങ്ങി കഴിക്കുന്നു. എനിക്ക് സ്ട്രെയിറ്റ് അവേ നഷ്ടം 125 രൂപയാണ്. നേരെ മറിച്ച് അവിടെ ചെറിയ എന്തെങ്കിലും ഒരു മാഗി പോലും ഉണ്ടെങ്കിൽ, എനിക്ക് മാഗി ഒന്ന് ഞാൻ ചൂടാക്കി കഴിച്ചിരുന്നെങ്കിൽ എനിക്ക് ആ 105 രൂപയിൽ എൻ്റെ ചിലവെന്ന് പറഞ്ഞാൽ 20 രൂപയിൽ നിൽക്കുമായിരുന്നു. പിശിക്കണമെന്നല്ല പറയുന്നത്. അതേ സമയത്ത് അത്ര അത്യാവശ്യമാണെങ്കിൽ നമ്മൾ ഓർഡർ ഇട്ട് കഴിക്കണം. പക്ഷേ ഈ ഓർഡറുകളുടെ എണ്ണം നമ്മൾ നിജപ്പെടുത്തണം. നമ്മൾ അനാവശ്യമായിട്ട് പോകുന്ന ആ ചോർച്ച നമ്മൾ കൺട്രോൾ ചെയ്തേ പറ്റൂ. പണം വളർത്താൻ അല്ലെങ്കിൽ പണം ഉണ്ടാക്കാനുള്ള ഏറ്റവും നല്ല മാർഗം ഇത്തരം അനാവശ്യ ചോർച്ചകൾ ഒഴിവാക്കുകയാണ്. അപ്പം നേരത്തെ ക്രിസ്റ്റീന പറഞ്ഞ സ്റ്റേറ്റ്മെൻറ്റ് നോക്കുന്ന സമയത്ത് ക്രിസ്റ്റീന ഐഡൻറ്റിഫൈ ചെയ്യുന്നത് ഒരു 3000-4000 രൂപ അങ്ങനെ പോകുന്നുണ്ടെങ്കിൽ ക്രിസ്റ്റീന തീരുമാനിക്കണം ഇത്ര പോകുന്നത് തെറ്റാണ് അല്ലെങ്കിൽ ഇത്ര പോകുന്നത് ശരിയല്ല, ഈ എക്സ്പെൻസിനെ ഞാനൊരു 1000-ലോ 1500-ലോ ഒതുക്കുമെന്ന് ക്രിസ്റ്റീന തീരുമാനിക്കുന്നു. ഒരു പരിപൂർണമായിട്ട് നമ്മൾ ഈ സ്വിഗ്ഗിയോടോ സൊമാറ്റോയോടോ നോ പറയേണ്ട കാര്യമൊന്നുമില്ല. കാരണം എന്താ, നമ്മൾ ജീവിക്കുന്നത് അല്ലെങ്കിൽ നമ്മൾ ജോലി ചെയ്യുന്നത് നമുക്ക് സന്തോഷത്തോടു കൂടി ജീവിക്കാനാണ്, നല്ല ഭക്ഷണം കഴിക്കാനാണ്. നമ്മൾ കഴിക്കണം. എന്നെ സംബന്ധിച്ചാണ് കഴിച്ചുകൂടരുത് എന്നാണ് പറഞ്ഞത്. കൂടുതൽ ഓർഡർ ഇട്ട് കൂടുതൽ പണം കളയരുത്. അപ്പോൾ പലപ്പോഴും നമ്മളൊന്ന് പ്ലാൻ ചെയ്യുകയാണെങ്കിൽ നമുക്ക് കുറേ പണത്തിന്റെ ചോർച്ച തടയാൻ പറ്റും. അത് മാത്രമേ നമ്മുടെ ലക്ഷ്യമുള്ളൂ. ഇത്തരത്തിൽ സ്ഥിരമായി ഫുഡ് ഓൺലൈൻ വഴി ഓർഡർ ചെയ്യുന്നവർക്ക് ആ ശീലം മാറ്റണം എന്നുണ്ടെങ്കിൽ അതിന് നൽകാൻ പറ്റിയ ടിപ്സ് എന്തെങ്കിലും സാറിന്റെ കൈവശമുണ്ടോ? ഏറ്റവും നല്ല മാർഗം
ആ ആപ്പ് അൺഇൻസ്റ്റാൾ ചെയ്യാന്ന് ഞാൻ പറയുന്നില്ല, അത് വേണമെങ്കിൽ ചെയ്യാം. എന്ന് വെച്ചാൽ ഒന്ന് ആപ്പ് അൺഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞിട്ട് ആവശ്യമുള്ള സമയത്ത് മാത്രം ഇൻസ്റ്റാൾ ചെയ്യാന്ന് പറഞ്ഞാൽ ശരിക്കും അതൊരു ആക്റ്റീവ് വർക്ക് ആയതുകൊണ്ട് തന്നെ പലപ്പോഴും ആ ഒരു പെട്ടെന്ന് അങ്ങോട്ട് ചെയ്യൂല. രണ്ടാമത്തെ മാർഗം, ക്രെഡിറ്റ് കാർഡ് പിറകെ കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ ക്രെഡിറ്റ് കാർഡ് എത്രയും വേഗം ആ കാർഡ് അങ്ങനെ ഒഴിവാക്കുന്നതാണ് നല്ലത്. കാരണം എന്താ പറയുക, ക്രെഡിറ്റ് കാർഡാണ് പലപ്പോഴും നമ്മൾ ട്രാപ്പിലാക്കുന്നത്. ക്രെഡിറ്റ് കാർഡോ അല്ലെങ്കിൽ ക്രെഡിറ്റിൻ്റെ ഫ്ലാഷ് പോലുള്ള പ്രീപെയ്ഡ് മണികളുണ്ടല്ലോ, ഇതാണ് നമ്മൾ ട്രാപ്പിലാക്കുന്നത്. കാരണം നമ്മുടെ ബാങ്ക് അക്കൗണ്ടിൽ ചിലപ്പോൾ 1000 രൂപ 500 രൂപ ഉണ്ടാവുള്ളൂ. അത് എടുത്തിട്ട് നമ്മൾ ഓർഡർ ഇടാൻ നമുക്ക് മടിയായിരിക്കും. പക്ഷേ ക്രെഡിറ്റ് കാർഡ് പിറകിലുള്ളതുകൊണ്ട് നമ്മളിങ്ങനെ പെട്ടെന്ന് ഫുഡ് ഓർഡർ ചെയ്ത് കഴിക്കും. പിന്നെ മാസം അവസാനം ബില്ലടയ്ക്കാൻ നേരത്താണ് അവിടെ 7000 8000 ബില്ലുണ്ടെന്ന് കാണും. അപ്പോൾ സ്വിഗ്ഗി സൊമാറ്റോ പോലുള്ള ആപ്പുകളിൽ നിന്ന് നമുക്ക് എത്രയും വേഗം ഈ ക്രെഡിറ്റ് കാർഡ് ഓരോ തവണയും നമുക്ക് ഓർഡർ ഇടുമ്പോൾ നമുക്ക് ആ കാർഡ് നോക്കി അടിച്ചാൽ മതി. അല്ലാതെ നമ്മൾ എന്ത് ചെയ്യേണ്ട, അവിടെ ബാക്ക് എൻഡിൽ സേവ് ചെയ്ത് വെക്കേണ്ട. അതൊരു മാർഗ്ഗമാണ്. വേറൊരു മാർഗ്ഗം വേണമെങ്കിൽ ക്രിസ്റ്റീന പറഞ്ഞ മാർഗ്ഗം ക്രിസ്റ്റീനക്ക് പരീക്ഷിച്ച് നോക്കാവുന്നതാണ്. ഓർഡർ ഇടുന്നു, അൺഇൻസ്റ്റാൾ ചെയ്യുന്നു, അടുത്ത തവണയും ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യണമല്ലോ. ഈ ഇൻസ്റ്റാൾ ചെയ്യുന്ന ഒരു പണിയാണല്ലോ, മടി കൊണ്ടാണല്ലോ ഫുഡ് ഓർഡർ ഇടുന്നത്. അപ്പോൾ ഇൻസ്റ്റാൾ ചെയ്യാനുള്ള മടി കൊണ്ട് ചിലപ്പോൾ പോയിട്ട് ഫുഡ് ഉണ്ടാക്കിക്കോളും, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും മാർഗ്ഗം നോക്കിക്കോളും എന്ന് ഒരു സമാധാനമുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ആപ്പുകൾ ചാരിറ്റിക്കല്ല പ്രവർത്തിക്കുന്നത്. സൗകര്യം ആണ് മനുഷ്യന് വേണ്ടത്. സൗകര്യത്തിന് വേണ്ടി ആപ്പുകൾ ഉണ്ടാകുമ്പോൾ ആപ്പുകൾക്ക് അതിനായ ചാർജ് ഉണ്ട്. ആ ചാർജ് ആണ് നമുക്ക് വില്ലന്മാരാകുന്നത്. അപ്പോൾ അത്തരം ചാർജുകൾ നമ്മൾ പലപ്പോഴും നമ്മൾ കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന ഇത്തരം പണം നമ്മൾ പാഴ്ചെലവ് നടത്തുകയാണ് ചെയ്യുന്നത്. ഈ പണം നമ്മുടെ കുടുംബത്തിനും നമ്മുടെ ആരോഗ്യത്തിനും നമ്മൾ ചിലവാക്കേണ്ടതാണ്. ഹോട്ടൽ ഭക്ഷണം സ്ഥിരമായിട്ട് കഴിക്കുന്നത് അത്ര നല്ലതൊന്നുമല്ല. അപ്പോൾ നമ്മൾ തീർച്ചയായിട്ടും ഇത് തിരിച്ചറിഞ്ഞിട്ട് ഇത്തരം പഴുതുകൾ നമ്മൾ അടയ്ക്കാൻ തയ്യാറാവണം. ഒരിക്കലും ഇതിൻ്റെ അർത്ഥം സ്വിഗ്ഗിയോ സൊമാറ്റോ ഓർഡർ ഇടരുത് എന്നല്ല. എല്ലാം വേണം, അത് റീസണബിൾ ആയിരിക്കണം. ഒരിക്കലും അതിന് അഡിക്റ്റ് ആവരുത്, ഒരു പരിധിയിൽ നിർത്തണം. ഏറ്റവും നല്ല മാർഗം ആഴ്ചയിൽ ഒരു ദിവസം നമ്മൾ ഓർഡർ ഇട്ട് കഴിക്കും, അല്ലെങ്കിൽ നമ്മൾ പുറത്തു പോയി കഴിക്കും എന്ന് പറയുന്ന ഒരു ഡിക്ലറേഷൻ നടത്തുന്നതാണ് നല്ലത്. അങ്ങനെ വന്നാൽ എല്ലാം ഒരുവിധം ബാലൻസ് ആയിട്ട് പോകും. ഒന്നുകിൽ ഉദാഹരണത്തിന് സൺഡേ ആണ്, സൺഡേയിൽ നമ്മൾ ഒന്ന് പുറത്തു പോയി കഴിക്കുന്നു, അല്ലെങ്കിൽ നമ്മൾ ഓർഡർ ഇട്ട് കഴിക്കുമ്പോൾ തീരുമാനിച്ചാൽ തീരാവുന്ന പ്രശ്നമുള്ളൂ. എണ്ണം കുറച്ചാൽ മതി ഓർഡറിൻ്റെ, അത്രയേ ഉള്ളൂ. ഈ വീഡിയോയിൽ ഷിനോദ് സാർ പറഞ്ഞതുപോലെ തന്നെ നമ്മൾ നമ്മുടെ സൗകര്യത്തിന് കൊടുക്കുന്നത് നമ്മുടെ സമ്പാദ്യത്തിനുള്ള വില തന്നെയാണ്. നമ്മൾ നമ്മുടെ സൂക്ഷിച്ചു വെക്കുന്ന സമ്പാദ്യമാണ് ഇത്തരത്തിൽ നഷ്ടമാകുന്നത്. വലിയ ഇൻവെസ്റ്റ്മെന്റുകളെ കുറിച്ച് നമ്മൾ ചിന്തിക്കുന്നതിന് പകരം ഇത്തരം ചോർച്ചകൾ അടയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ ആഴ്ചയിലോ മാസത്തിലോ ഒരിക്കൽ മാത്രമേ ഫുഡ് ഓൺലൈനായി ഓർഡർ ചെയ്യുള്ളൂ എന്ന തീരുമാനത്തിലേക്ക് എത്താൻ വേണ്ടിയിട്ടും നമുക്ക് സാധിക്കുകയാണെങ്കിൽ വലിയ തോതിൽ നമുക്ക് നമ്മുടെ സമ്പാദ്യം സംരക്ഷിച്ചു വെക്കാൻ വേണ്ടിയിട്ട് പറ്റും. ഉപകാരപ്രദമായ ഇത്തരം വീഡിയോകൾ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ET മലയാളം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. നന്ദി.